ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മാർബിൾ കോട്ടൻ്റെ വീഡിയോ ആണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം വീഡിയോയിലേക്ക് പോവാം. പിന്നെ അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു മലയാണ് മാർബിളായിട്ട് ചെറിയ റൂമുകളും ജനലുകളൊക്കെ ഉണ്ടാക്കിയ ഇതിനാണ് മാർബിൾ കോട്ട എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പാർക്കുണ്ട്, പിന്നെ വാഴത്തോട്ടങ്ങൾ, പിന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഈ മാർബിൾ കോട്ടയുടെ ചുറ്റും നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളാണ്. കയറാൻ നിൽക്കുകയാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്, സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ സ്റ്റെപ്പ്, പിന്നെ കല്ല്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഫുള്ള് കല്ല് മാർബിളേറ്റ് ഉണ്ടാക്കിയതാണ്. അടി കല്ല്, മേലെ ഫുള്ള് ഇതൊക്കെ നോക്കൂ, അടി ഫുള്ള്. പിന്നെ താഴെ കൃഷി. അപ്പം നമ്മൾ ആദ്യത്തെ കയറി എത്താൻ തുടങ്ങി. അത് ഞാൻ വേഗം പോയിരുന്നു. പിന്നെ ഉപ്പ ഉമ്മയും വീഡിയോ എടുത്തു. അതുകൊണ്ട് ഞാൻ വേഗം കയറിയതായിരുന്നു. ഫസ്റ്റ് തന്നെ മേലെത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. താഴത്തുനിന്ന് കയറിയപ്പം വല്ലാതൊന്നും തോന്നില്ല, ഇനിയും കയറാനുണ്ടെന്ന് തോന്നി. ഇതിൻ്റെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കയറാം. അപ്പം ഫ്രണ്ട്സ്, ഇത് പണ്ട് കാലത്ത് മരം ഏറ്റുണ്ടാക്കിയ വാതിലാണ്. ഉള്ളും കല്ലാണ്. അതുകൊണ്ട് അപ്പം മരം കഷ്ണമായിട്ടാണ് വെച്ചത്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് നല്ല വ്യൂ ആയിരുന്നു. അത് പള്ളിയാണ്, അത് കാണുന്ന പള്ളിയാണ്. അതിൻ്റെ അടുത്തൊരു പാലം, പിന്നെ പനമരങ്ങൾ. രാവിലെ 11 മണി ആയതുകൊണ്ട് മേഘമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ക്ലൗഡ്സ് ആയിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടൻ്റെ ആ സൈഡും ഈ സൈഡും നല്ല ഭംഗിയുണ്ടായിരുന്നു. താഴോട്ട് ഇങ്ങനെ വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു. നമ്മൾ 2ാം ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 3ാം ഫ്ലോർക്ക് കയറുകയാണ്. ഇനിയുണ്ട് 4, 5 എണ്ണം. അത് കയറി തീർത്ത് തിരിച്ചിറങ്ങണം. അതാണ് ഇവിടെ ഉള്ളത്. കോട്ടൻ്റെ ജനലാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഒരു ഡോറും. പിന്നെ ഇതിനുള്ളിൽ കയറിയാൽ ഇവിടെ ഒരു സ്റ്റെപ്പും, മേലോട്ട് കയറാനുള്ള സ്റ്റെപ്പും, പിന്നെ ഇവിടെ മേലെ മണ്ണ് വീഴാതെക്കാൻ മരമായിട്ട് കെട്ടി വെച്ചതുമായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചിരുന്നു. മേലെ നിന്ന് നോക്കിയപ്പം നല്ല ഭംഗിയുള്ള ചെടികളും മരങ്ങളും, പിന്നെ വലിയ മലകളും, മഞ്ഞേറ്റ് മൂടി കിടക്കുന്ന വലിയ മല. ഞങ്ങൾ കയറി വന്ന വഴികളാണ്. അവിടുന്ന് കുറച്ച് ആൾക്കാർ കയറി വരുന്നുണ്ട്. ഞങ്ങൾ ഇതൊക്കെ കയറി കറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടിരുന്നു. കാണുന്നതാണ് ഏറ്റവും വലിയ ടോപ്പാണ്. ഇനി അതിൻ്റെ മേലേക്കില്ല. ഞാനും എൻ്റെ അനിയത്തി മാത്രം കയറിയിരുന്നു. കോട്ടയുടെ മേലയിൽ നിന്ന് ഏറ്റവും അടിയിലേക്കുള്ളൊരു വ്യൂ ആണിത്. നോക്കുക, ആ പാർക്ക്. പിന്നെ ഞങ്ങൾ വന്ന ബസ് പിന്നെ കുറേ കാറുകളും, പിന്നെ ബാത്റൂമുണ്ട്. അത് ബാത്റൂമുകളാണ്. പിന്നെ ഇത് ഒരു നല്ല രസകരമായ സ്ഥലവും, പിന്നെ വലിയ മലകളും. ഈ പാർക്ക് കാണാൻ കണ്ണ് പോലെ ഉണ്ടാവും. പിന്നെ ഈ വലിയ മലകൾ, ഇതേപോലെ ആ വലിയ പാലം കണ്ടോ, വലിയ പാലം. ദൂരത്ത് നോക്കുമ്പോൾ എത്ര നല്ല ഭംഗിയുള്ളതാണ്. ഏറ്റവും ടോപ്പിൽ കയറി എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയിരുന്നു, അത് വീഡിയോ ഇടാൻ മറന്നുപോയി. പിന്നെ എൻ്റെ അനിയത്തി ഇറങ്ങാൻ നോക്കി, പേടിയായിട്ട് വേറെ വഴിയിലൂടെ പോയി. പിന്നെ ഒരു അങ്കിളും ഒരു ആൻറ്റിയും കൂടിയും ഇറങ്ങുകയാണ്. അവൾക്ക് പേടിയൊന്നുമില്ല, വലിയ ആളായതുകൊണ്ട് പേടിയൊന്നും ഉണ്ടാവില്ല.
ഇല്ല ചമരത്ത് പിടിച്ചറിഞ്ഞാൽ മതി. ഒന്നും ഒരാൾ കയറിയാണുള്ളത്. അങ്ങനെ കോട്ടയിലുള്ള എല്ലാം ഞങ്ങൾ കണ്ട് തിരിച്ചിറങ്ങി പോവുകയാണ് താഴത്തോട്ട്. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് ഇനി കറങ്ങി കറങ്ങി താഴത്തെത്തിയിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാനുണ്ട്. ഞങ്ങൾ അതിന് പോവാണ്. അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ ഇങ്ങനെ കോട്ടൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടന്നു. പിന്നെ മെല്ലെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി. നിങ്ങൾ അത് കാണുന്ന പള്ളിയാണ്. ദായി സ്റ്റെപ്പൊക്കെ ഇറങ്ങി. പിന്നെ ഈ വലിയ മരങ്ങൾ. പിന്നെ മോനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വെള്ളമൊക്കെ കണ്ടപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ. അപ്പം ഇത് വെള്ളച്ചാട്ടമാണ്. ഇത് ടാപ്പിൽ നിന്ന് ഇങ്ങനെ വികുന്ന മാതിരിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ചിലവല്ലോ കൊടുത്ത് മുഖം കഴുകി കൈ കഴുകി നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല. എനിക്ക് നല്ല ഹാപ്പിയായി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് വേറൊരു സ്ഥലത്തു നിന്നാണ് വെള്ളം വരുന്നത്. പാറൻ്റെ മുകളിൽ നിന്ന്. ഇത് കണ്ടോ, ഞങ്ങളുടെ കൂടെ ബസ്സിൽ വന്ന ഒരു അങ്കിള് കുളിച്ചു. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. പാറയിൽ കൂടി വെള്ളം വീകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിങ്ങനെ താഴോട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതേപോലെ നല്ല പച്ചപ്പൊക്കെ അങ്ങനെ ഉള്ള ഒരു പ്ലേസാണ്. അങ്ങനെ ഇതാ ളുഹർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നിസ്കരിക്കാൻ പോവുകയാണ്. ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ, നല്ല വലിയ മരങ്ങൾ, കുറേ വർഷങ്ങൾ മുമ്പുള്ള ഒരു ട്രീസാണ് ഞാൻ തോന്നുന്നത്. അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ട്രീസ് ഉണ്ടായതുകൊണ്ട് തണുപ്പും നല്ല തണലൊക്കെ ഉണ്ട്. പിന്നെ ഇതിനു മുമ്പായി ഞങ്ങൾ പറഞ്ഞിരുന്നു അൽബഹയുടെ ടൂറ്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്, കാണുക. ഞങ്ങൾ മാർബിൾ കോട്ടയും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇനി ഞങ്ങൾ ളുഹർ നിസ്കരിക്കാനായി പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകും. ഈ കോട്ടൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കയറി നിസ്കരിച്ചത്. അങ്ങനെ ഞങ്ങൾ കോട്ടൊക്കെ കണ്ട് എല്ലാവരും താഴോട്ട് ഇറങ്ങി. ഞങ്ങളൊക്കെ ഭയങ്കര ടയേർഡായി. എല്ലാവർക്കും വിശക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പ്രസ് ദി ബെൽ ഐക്കൺ. താങ്ക് യു. വി ക്യാൻ സീ ഇൻ നെക്സ്റ്റ് ന്യൂ വീഡിയോ. ബൈ ബൈ. Thank you for watching.